ഗൈസ്, എൻ്റെ മുടി കേൾ ചെയ്തു. കുറച്ചു നേരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ബട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം. നൈസ് 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 ഇങ്ങനെയുണ്ടെന്ന് പറയാം. ഞാൻ മാത്രം കണ്ടിട്ട് അടങ്ങി ഒതുങ്ങി നടക്കുന്ന ചെറുതാ കുറച്ച് മറ്റേനെ വെച്ച്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് മൈസൂർ സൂ കാണാൻ പോവുകയാണ്. ആൻഡ് പാലസ് പിന്നെ മാർക്കറ്റ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡേ ഓഫിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ ഒരു 9 എത്തും. ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബസ്സിലാണെങ്കിൽ 2 ബസ് കയറണം പറഞ്ഞു. ആൻഡ് ഐ എം ഗോണ ഷോ യു സം മൈസൂർ സ്ട്രീറ്റ്സ്. ഗൈസ്, നിങ്ങൾ സ്ട്രീറ്റ് മാത്രം കണ്ടാൽ മതി. ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ട്, ഇത് എന്തോ ഒരു അക്വേറിയം ആണ്. ഓക്കെ, അക്വാ വേൾഡ് ലോക ഫെസ്റ്റ് അടി നമ്മുടെ പാലക്കാട് സ്റ്റേഡിയത്തിലൊക്കെ വരില്ലേ, അതുപോലത്തെ ഫെസ്റ്റ് ആണ്. കണ്ടോ, വലിയൊരു മീനല്ലേ. ആൻഡ് ടുഡേ ഈസ് ഇൻഡിപെൻഡൻസ് ഡേ. ഗൈസ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ ഓഫ് യു. ഹലോ ഗൈസ്, ഞങ്ങളുടെ അടുത്ത് സെൽഫി സ്റ്റിക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിന് ടിക്കറ്റ് കൗണ്ടറിൽ കൊടുക്കാൻ പോകുന്നു. ടിക്കറ്റ് എടുത്തു. ഇതാണ് സൂവിൻ്റെ എൻട്രൻസ്. ഇവിടെ കുറേ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. അവരൊക്കെ ക്യൂ നിൽക്കുകയാണ്. എന്താ കുട്ടി ഒളിഞ്ഞ് കളിക്കുന്നേ? ആൻഡ് ദിസ് ഈസ് അവർ പൂക്കി അഞ്ജലി. ആൻഡ് ഐ വോണ്ട് ടു ഷോ ഹെർ ഹെയർ സ്റ്റൈൽ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതിന്റെ പേരെന്താണെന്നറിയോ ഗൈസ്? ഇതാണ് ഷെഡബി. ബ്രഹ്മറി ഡെക്കും കൂടെ പറയും. സോറി, ബ്രാഹ്മിണി ഡെക്ക്. നിങ്ങൾ എൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ശ്രദ്ധിക്കണം, എന്നിട്ട് എന്നോട് ക്ഷമിക്കണം. താറാവാണ്. നിങ്ങൾക്ക് ഈ പുള്ളി അറിയോ? ഇതാണ് മലമുഴക്കി വേഴാമ്പൽ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ പേരിതാ. ഇത് വേറെന്തുവാ? നിങ്ങളിത് കാണുന്നുണ്ടോ? ഇതാണ് മഞ്ഞക്കോഴി. മഞ്ഞക്കോഴിയുടെ വാലെങ്ങനെയെന്നറിയോ ഗൈസ്? ഇതാണ് നമ്മുടെ മഞ്ഞക്കോഴിയുടെ വാല്. ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചാത്തൻ കോഴി പോലെ തോന്നും. പക്ഷേ ഇതാണ് ഗോൾഡൻ ഫെസന്റ് എന്ന് പറയുന്നത്. ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ? അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം വംശത്തിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ് ഗൈസ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇനി നമ്മൾ കാണാൻ പോകുന്നത് മെഗാ സൂ. ഇവിടെ കുറേ പുള്ളിപ്പുള്ളികൾ. ഗൈസ്, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? ദേ അവിടെ പുള്ളിപ്പുള്ളി. മൈ ഗോഡ്. ഇവിടെ എന്തൊക്കെ കണ്ടാലും നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയോ? സിംഹം. ഞാൻ അന്നേ വരെ സിംഹത്തിനെ കണ്ടിട്ടില്ല. സോ ഇവരെനിക്ക് പ്രോമിസ് ചെയ്തു, എന്തെങ്കിലും സിംഹത്തിനെ കാണിച്ചു തരാം. നമുക്ക് നടക്കില്ല എന്നൊക്കെ. ഇവിടെയാണ് കടുവ. നമുക്ക് ഇത്രേ കാണുന്നുള്ളൂ. പറ്റിച്ചു നമ്മളെ. ഗൈസ്, നിങ്ങളിവിടെ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കിവിടെ ഒരു കടുവ ഇരുന്ന് ഊഞ്ഞാലാടുന്നത് കാണാം. നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ ഉറങ്ങുവാണ്. ദൂരെ മച്ചാൻ ഇരിക്കുന്നുണ്ട്. സോറി ഗൈസ്, ഇവിടെ നമുക്ക് ഗ്ലാസ് ആയത് കാരണം ഗ്ലെയർ അടിക്കുന്നു. പക്ഷെ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുന്നില്ലേ? നമ്മൾ സിംഹത്തെ കാണാൻ പോവുകയാണ്. എന്നെ കാണിക്കൂ. ഇവിടെ നല്ല തിരക്ക് കാണുന്നുണ്ടോ? ഇവരെല്ലാരും എന്താണ് നോക്കുന്നത് ഗൈസ്? അതാണ് സിംഹം. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു സിംഹത്തെ കാണാൻ പോവുകയാണ്. മോളുടെ പുറകിലോ? Oh my god, oh my god. Guys, you had to
ഈ സിംഹത്തിന്റെ ബോയ് ഫ്രണ്ടിനെയാണ് നമ്മൾ നേരത്തെ കാണിച്ച ആൺസിംഹം. അതാണ് ഞാൻ അപ്പുറത്താണ്. ഇങ്ങനെ നോക്കുന്നത്. ബാക്കി ഒരു 2-3 കൂടെ ഉണ്ട്. അവർ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ഒരെണ്ണം ബാക്കിൽ കൂടെ നടക്കുന്നുണ്ട്. അവിടെ ഉലാത്തുന്നുണ്ട്. നമ്മൾ അവിടെ പോകുന്നതായിരിക്കും, കാണിച്ചു തരുന്നതായിരിക്കും. കണ്ണു തള്ളിയിരിക്കുന്ന അങ്ങനെ സിംഹത്തിനെ കണ്ടു. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു സിംഹത്തിനെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല. ഇതിവിടെ ഇങ്ങനെ ഒരാൾ നടക്കുന്നുണ്ട് ഗൈസ്. ഇവൻ കുറച്ച് കുറുമ്പനായതുകൊണ്ട് തന്നെ ഇവനെ സെപ്പറേറ്റ് ഒരു കൂട്ടിലകത്ത് ഇട്ടിരിക്കുകയാണ്. ഇതേപോലെ കറക്റ്റ് അഞ്ജലി ഇരിക്കുന്ന പോലെ ഉണ്ടല്ലേ. നിങ്ങൾ പറയൂ, അഞ്ജലിയാണോ അതോ നമ്മുടെ ചേച്ചിയാണോ? ഗൈസ്, ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾ പറയണം. എന്നിട്ട് ഈ താഴെയുള്ള ആൻസറുമായിട്ട് കമ്പയർ ചെയ്യണം. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ഒരു സാധനം കാണും. ഡൊണേറ്റഡ് ബൈ ഇൻഫോസിസ് ഫൗണ്ടേഷൻ. കണ്ട ഗോറില്ലകൾക്കും എല്ലാവർക്കും അവർ കൊടുക്കും. ഫൗണ്ടേഷനും കിട്ടി എല്ലാം കൊടുക്കും. പാവം മനുഷ്യർക്ക് തരുന്നത്. നിങ്ങൾ ഇതിനെ പ്രതികരിക്കണം ഗൈസ്, പ്രതികരിക്കണം. പ്ലീസ് സേവ് us, പ്ലീസ് സേവ് us. ജിംനാസ്റ്റിക് ആയിട്ടുള്ള ഗോറിലെ നിങ്ങൾ കാണണം ഗൈസ്. കേശൊരു അമ്മയും കുട്ടിയും കണ്ടോ നിങ്ങൾ? കണ്ടാൽ മതി ഗൈസ്, നിങ്ങളിത് കാണണം. ഇവിടെയല്ലേ ഏറ്റവും കൂടുതൽ കുക്കുംബറും ക്യാപ്സിക്കും ഒക്കെ തിന്നുന്നത്. ഇതും അതാ തിന്നുന്നത്. പോയി ഇത് ചെറുതാണ് ഗൈസ്. മറ്റേത് ഞങ്ങൾ വലുതൊന്നും കണ്ടിട്ടുണ്ട്. അതെ, ഈ ഒരു മാനിനെ കണ്ടിട്ട് നമ്മുടെ അഞ്ജലി പറയാണ് ബ്ലസ് ആണ് തോന്നുന്നു. ഇത് പ്ലസ് എന്താണ് ബ്ലസ്സിമോൾ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയാ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ബ്ലസ്സിമോളെയാണ് അവൾക്ക് ഓർമ്മ വരുന്നതെന്ന്. കുറേ ഉണ്ട് കേട്ടോ അവിടെ. അവരുടെ ഭക്ഷണം ഈ ചളിയാണോ എന്നറിയില്ല. ഫുള്ള് ചെളിയാണ് ഇവിടെ. ഹായ്, നമ്മൾ കുറേ നടന്ന് ഇപ്പോൾ കുറേ കാല് വേദനിക്കാൻ തുടങ്ങി. കുറച്ച് ടയേർഡായോ ചോദിച്ചാൽ ടയേർഡായി. അവസാനമായിട്ട് കുറേ ആനകളൊക്കെ കണ്ടു. പിന്നെ ഇനി സ്നേക്കിൻ്റെ ഒരു സെഷൻ ഉണ്ട് എന്ന് തോന്നുന്നു. ഉണ്ടാവേണ്ടതാണ്. ഡൈനോസർ. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് കാര്യങ്ങൾ കണ്ടു. ഇനി നമ്മൾ പാമ്പിൻ്റെ അടുത്ത് പോകണം. അതേപോലെ കുറച്ച് ബട്ടർഫ്ലൈ ഗാർഡൻ കൂടെ ഉണ്ടാവും. അവിടെ ഉണ്ടാവേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നു. അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ സൂ ബ്ലോഗ് ഇവിടെ ക്ലോസ് ചെയ്യും. ആ കുടക്കീഴിൽ നിൽക്കുന്ന ഒറ്റയാനെ നിങ്ങൾ കാണുന്നുണ്ടോ? അതിൻ്റെ കൊമ്പ് നോക്കിക്ക് എന്തോരം നീളമുള്ളതാണ്. ഈ ബൊമ്മ ഇങ്ങനെ തലയാട്ടി. പിന്നെ എൻ്റെ മകൻ്റെ മോനല്ലേ. ഞാൻ
ഇതിൽ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞ പാമ്പാണ് കേട്ടോ. കണ്ടോ, ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, പക്ഷെ ക്യൂട്ടായിട്ടാണ് കിടക്കുന്നതും. അതിൻ്റെ കളർ കൂടെ നോക്കും, പച്ച കളർ. അയ്യേ, ഇനി നിങ്ങൾക്ക് കാണുന്നുണ്ടോ? യെസ്, ഞാൻ കണ്ടു. അതിൻ്റെ വാല് കണ്ടോ? നമ്മൾ ഫിലിമിൽ കാണുന്ന അനാക്കൊണ്ട കണ്ടോ? ഞങ്ങൾ ഇതാ നേരിട്ട് കണ്ടു, ഗ്രീൻ അനാക്കൊണ്ട. അപ്പൊ കണ്ടല്ല അനാക്കൊണ്ട, ഇത് നോക്കിക്കേ, ഇതിന്റെ സൈസ് നോക്കിക്കേ. ഇത് ഒന്നാണ് കുഞ്ഞു മുതൽ കുഞ്ഞിനെ കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? വായ തുറന്നെടുക്കുന്ന ഈ മുതലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൽ എന്തിനാണ് വായ തുറന്നെടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? അറിയെങ്കിൽ കമന്റ് ചെയ്യാം, എനിക്കറിയില്ല. പിന്നെ ഒന്നും കൂടെ കാണിച്ചു തരാം. തിരിച്ചിരിക്കുന്നു, തുറന്ന വായ അടഞ്ഞിരിക്കുന്നു. ഇത് കാണിച്ചു ചെയ്യുന്ന പോലെ. ഓൾമോസ്റ്റ് എല്ലാം എടുത്തു. നമ്മളെ ജിറാഫിനെ മാത്രം കണ്ടുമുട്ടിയില്ല. അതെപ്പോ കാണുമെന്നോ ഇനി കാണുമോ എന്ന് ചോദിച്ചാൽ കൂടെ ഞങ്ങൾക്ക് അറിയില്ല. ആ ഒരു പച്ച പരമാർത്ഥം ഞങ്ങൾ ഹായ്, ഈ സ്റ്റാച്ചു നിൽക്കുന്ന പോലെ. വാവ്, ഇങ്ങനെ എടുത്തിട്ടും ജിറാഫിന്റെ കൂടെ ഹൈറ്റ് എത്തുന്നില്ല നമുക്ക്. എന്തൊരു മടിയ തലയാലേ. എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി ഗൈസ്. ഒരു എഗ് ചിക്കൻ ന്യൂഡിൽസും ഒരു ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്ന ഭക്ഷണം. ഷീ ഈസ് ദ ആക്രാന്തം ഓഫ് ദ ഗേൾ. ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മൈസൂർ പാലസിലോട്ടാണ് ഗൈസ്. ഇതാണ് അതിൻ്റെ എൻട്രി. എൻട്രിയിലേക്ക് കയറാൻ നമുക്ക് ഫീ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ടെമ്പിൾ കാണും. അത് കഴിഞ്ഞ് നമ്മളുടെ പാലസ്. ഓ മൈ ഗോഡ്. ഗൈസ്, ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് നേരം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്താൽ ലൈറ്റ് ഷോസ് ഉണ്ടായിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒരു എൻട്രി ഫീ തന്നെ ഇല്ല. പിന്നെ 5:30 ശേഷം പാലസിനകത്ത് കയറ്റി വിടില്ല. അതുകൊണ്ട് നമുക്ക് പുറത്ത് നിന്ന് കാണാം. ഇത് ഞങ്ങളൊട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല കേട്ടോ. ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അവൾ നേരത്തെ വന്നിട്ടുണ്ട്. അതും 8ാം ക്ലാസ്സിൽ നേരത്തെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വരുമ്പോ തന്നെ ഇതാണ് എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാം കാണിച്ചു. കർണാടകയിലെ മൈസൂർ പാലസിലാണ് ഉള്ളത്. പണ്ടത്തെ ഡൈനാസ്റ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്ന താമസിച്ചിരുന്നതായിരുന്നു. പിന്നെ അംബവിലാസ് കൊട്ടാരെന്ന് കൂടെ പറയുന്നത്രേ. 14 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ടെന്ന് പറയുന്നുണ്ടായി. ഇത് പണ്ട് ഈ വുഡ് മരം വെച്ചിട്ടായിരുന്നു. പിന്നെ അവര് എന്തോ ആരുടെ കല്യാണത്തിന്റെ സമയത്ത് കത്തിച്ചു, പാലസ് കത്തിച്ചു. എന്നിട്ട് അവർ ഇതിന് അടുത്ത് തന്നെ വേറെ ജഗൻമോഹൻ പാലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് മാറി അവര് പിന്നെ കുറെ യുദ്ധം, തീപിടുത്തം അതൊക്കെ ഉണ്ടായിട്ട് അതിൽ പുനർനിർമ്മാണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ കുറച്ച് ലൈറ്റ് അറേഞ്ച്മെന്റ്സും എല്ലാം. ഞങ്ങൾക്ക് കാര്യമായിട്ട് അറിയൊന്നുമില്ല. ആ, പിന്നെ ഒരു കാര്യം അറിയാം, ഇത് 3 നിലയാണ്. അത്രയും 3 നില. എന്നാലും ഞാൻ പറയും ഇതിൽ ഗ്രാനൈറ്റ് കൊണ്ടുള്ള, പിന്നെ നമ്മൾ ഈ കൊട്ടാരത്തിലൊക്കെ കാണുന്ന അതിനെന്താ പറയുക, അതൊക്കെ വെച്ചിട്ട് ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻസ് ഡേ ആയത് കാരണം ഫ്ലാഗ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്കറിയില്ല, നമ്മളും വെയിറ്റിംഗ് ആണ്. 2 മണി 3 മണി.
ഗൂഗിൾ ചെയ്തെടുത്തപ്പോൾ പറയുകയാണെ മൈസൂർ കൊട്ടാരം കേരളത്തിലെ പത്മനാഭപുരം കൊട്ടാരം പോലെ തന്നെ തെക്കേ ഇന്ത്യയിലെ സാംസ്കാരിക പൈതൃകത്തിന് അഭിമാനമാണ്. മൈസൂർ പാലസ്, മൈസൂർ പാർക്ക്. മൈസൂർ പാക്കിൻ്റെ കഥ ഞങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ അവർ ഉണ്ടാക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നെയ്യിലൊക്കെ ഇങ്ങനെ കുതിർന്ന് വായിലിട്ട് ഇങ്ങനെ അഞ്ഞു പോയി. ഗൈസ് നിങ്ങൾ നോക്കൂ, 2 നില ബസ്. അതിൽ 2ാമത്തെ നിലയിലാണ് ആൾക്കാരിരിക്കുന്നത്.